നോക്കിയാൽ ഒരു വ്യൂ പോയിൻ്റ് കണ്ടോ? നോക്കി എത്ര മനോഹരമായ സ്ഥലങ്ങളാണെന്ന് നോക്കി. ഈ പ്രകൃതിയുടെ സൗന്ദര്യമല്ല നമ്മളിവിടെ നിൽക്കുമ്പോഴുള്ള ഈ ഒരു ഇതിൽ കൂടെ നമുക്കിങ്ങനെ കാഴ്ചകൾ മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ഇപ്പം ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്തെ ഈ കാഴ്ചകൾ കണ്ടോ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ആ വിദൂര കാഴ്ചകളൊക്കെ കാണാൻ എത്ര ഭംഗിയാണെന്ന് നോക്കിയേ. ഈ സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സത്യത്തിൽ ഒരു പേര് പറയാൻ ബുദ്ധിമുട്ടാണ്. ഒരു വ്യൂ പോയിൻ്റാണിത് സംഭവം. പ്രത്യേകിച്ചൊരു പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്കും ഈ സ്ഥലത്തിന് ക്യാമ്പ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് എന്നോട് പറഞ്ഞത്. ഇടുക്കി ജില്ലയാണ്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ടോ എൻ്റെ പുറകോട്ട് നോക്കിയാൽ ഒരു വ്യൂ പോയിൻ്റ് കണ്ടോ? എത്ര സുന്ദരമായ സ്ഥലങ്ങളൊക്കെയാണെന്ന് നോക്കിയാൽ, പ്രകൃതിയുടെ സുന്ദരമായ കാഴ്ചകളൊക്കെ. ഇവിടെ മുഴുവൻ ഒരുതരം ചെടികളും കദളി, നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുന്ന കദളിയില്ലേ, അതെല്ലാം തന്നെ പുറകെ നിൽക്കുന്നുണ്ടോ? നോക്കി എത്ര മനോഹരമായ സ്ഥലങ്ങളാണെന്ന് നോക്കി. ഇവിടുത്തെ ഈ സൗന്ദര്യങ്ങളൊക്കെ നമ്മൾ വിവരിച്ചു കഴിഞ്ഞാൽ അതൊന്നും മനസ്സിലാകത്തില്ല. അതൊക്കെ ഇവിടെ വന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കതൊക്കെ അതിൻ്റെ സൗന്ദര്യം മനസ്സിലാകത്തുള്ളൂ. കാരണം ഈ പ്രകൃതിയുടെ സൗന്ദര്യമല്ല നമ്മളിവിടെ നിൽക്കുമ്പോഴുള്ള ഈ ഒരു അന്തരീക്ഷം, ഒരു കാലാവസ്ഥ, ഇതെല്ലാം കൂടെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ സുഖം മനസ്സിലാകത്തുള്ളൂ. ഇതിൽ കൂടെ നമുക്കിങ്ങനെ കാഴ്ചകൾ മാത്രമേ കാണിക്കാൻ പറ്റത്തുള്ളൂ. നല്ല ഭയങ്കരമായ കാറ്റും നല്ല വെയിലുണ്ട്, പക്ഷേ ചൂടൊക്കെ വളരെ കുറവാണ് കേട്ടോ. ഈ ഭാഗത്തൊന്നും അങ്ങനെ ജനവാസ കേന്ദ്രങ്ങളൊന്നുമല്ല. പിന്നെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ്. ഇതുകൊണ്ടോ ശരിക്കും ഇതിലെ ജീപ്പിൽ യാത്രക്കാരെയും കൊണ്ട് പോകുമല്ലോ, ടൂറിസ്റ്റുകളെയും കൊണ്ട്. അവർ ഇതുപോലെയുള്ള ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവരാണ് ഇതിന് ശരിക്കും ഓരോ പേരുകളൊക്കെ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ എത്തിപ്പെട്ടത്. അവിടെ അങ്ങ് ദൂരെ ഒരു വാട്ടർഫാൾ കണ്ടോ? അങ്ങ് ദൂരെ, ഒരുപാട് ദൂരെയാണ്. ഞാനതൊന്ന് സൂം ചെയ്ത് കിട്ടുമെന്ന് നോക്കട്ടെ. ക്ലിയർ ആകത്തില്ല, കുറേ ദൂരം. നല്ല ഭംഗിയാട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും. നല്ലൊരു കാഴ്ച, മനോഹരമായൊരു കാഴ്ച തന്നെയാണത്. ഏകദേശം ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ അടിമാലി വരണം. അടിമാലിയിൽ നിന്ന് മാങ്കുളത്ത് വരണം. മാങ്കുളത്തുനിന്ന് ഏതാണ്ടൊരു 10 കിലോമീറ്ററും കൂടി ഉണ്ട് ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക്. പക്ഷേ ഇങ്ങോട്ടൊക്കെ അങ്ങനെ വാഹനങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ജീപ്പിലോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വണ്ടിയൊക്കെ വിളിച്ച് മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഞങ്ങൾ വന്നതാണ്ട് ഈ വനത്തിനകത്തൂടെ കാണുന്ന ചെറിയ വഴിയുണ്ടല്ലോ, അതിലെയാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇപ്പം ഇവിടെ വന്ന വാഹനം തൊട്ടങ്ങപ്പുറത്ത് കിടക്കുന്ന കണ്ടല്ലോ. BTCയുടെ ഒരു ട്രിപ്പിലാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പം ഞങ്ങളെ കൂടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുറേ വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. വാഹനമൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സൈഡിൽ ഒതുക്കാനുള്ള ഇടയുണ്ട്. അതുകൊണ്ടോ സൈഡിൽ ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുക. ഒന്നിൽ കൂടുതൽ ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു വീടാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല. ഹോം സ്റ്റേ വല്ലതും ആണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അവിടെ. ഇതുകൊണ്ട് ഞങ്ങൾ വരുമ്പം 2-3 ബസ്സും കൂടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെയാണ് വന്നത്. അവർ എല്ലാം പോയി. അല്ലാതെ ഇതിലെ മറ്റ് ബസ് സർവീസൊന്നും ഇല്ല. ഇതുപോലെ എന്തെങ്കിലും നമ്മൾ ഈ ട്രാവലറോ അങ്ങനെ അല്ലെങ്കിൽ ഒക്കെ വിളിച്ചാൽ വരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ കാഴ്ചകളെപ്പറ്റി നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല കേട്ടോ. അത്ര സുന്ദരമായ മനോഹരമായ കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അങ്ങ് താഴെ അങ്ങ് ദൂരെ ഈ വാഹനങ്ങളൊക്കെ പോകുന്ന ഈ സോപ്പ് കുട്ടി പോലെ ഇങ്ങനെ നിരനിരയായിട്ടൊക്കെ ഇങ്ങനെ പോകുന്ന കാണാം. അതൊക്കെ ഇങ്ങോട്ടൊക്കെ വരുന്നതൊക്കെ ആകാം, അല്ലെങ്കിൽ മൂന്നാറിലോട്ടൊക്കെ പോകുന്ന വാഹനങ്ങളൊക്കെ ആകാം. അതുപോലെ തന്നെ ഒരുപാട് ദൂരെയൊക്കെ ഈ നൂല് പോലെ ഈ ചെറിയ നദികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ വന്ന ബസ്സാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് എല്ലാവരും തന്നെ അതിലേക്ക് കയറുകയാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഈ കാഴ്ച കാണാനായിട്ടല്ല വന്നത്, ലക്ഷ്മിയുടെ സൗന്ദര്യം കാണുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുകൊണ്ട് സുന്ദരിയായ ലക്ഷ്മിയുടെ സൗന്ദര്യം കണ്ടിട്ട് നമുക്ക് ആ കാഴ്ച അടുത്ത ഒരു വീഡിയോയിൽ കാണാം.